and motivational learning channelലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് തംബ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തംബ്നെയിൽ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോനേക്കാൾ മുമ്പേ അവിടെ ഒരു ഫോട്ടോ കാണും. അതാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയാൻ അന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് അവിടെ ഒരു ഫോട്ടോ വരത്തില്ലേ, നമ്മളിങ്ങനെ നിന്നിട്ട് അവിടെ സൈഡിലൊരു ഫോട്ടോയും പിന്നെ അവിടെ എന്തൊക്കെയോ പേരുകളൊക്കെ എഴുതിയിട്ടുള്ളത്, അത് മറ്റൊന്നുമല്ല, അതാണ് തംബ്നെയിൽ. പിക്സൽ ലാബ് എന്ന ആപ്പിലൂടെയാണ് ഞാൻ ഈ തംബ്നെയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ മൊബൈൽ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയ പിന്നെ പിക്സൽ ലാബ് എന്ന് ടൈപ്പ് ചെയ്യണം. പിക്സൽ ലാബ് എന്നിട്ട് സെർച്ച് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഓപ്പൺ കൊടുക്കണം, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ ഈ ഓപ്പൺ ആയിരിക്കുന്ന പേജ് നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിന്റെ സൈസ് അല്ല. ആ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ഡോട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഇമേജ് സൈസ് പ്രസ് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ കസ്റ്റം ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്തിട്ട് ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ യൂട്യൂബ് തംബ്നെയിൽ പ്രസ് ചെയ്യുവാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കണം. ഇപ്പൊ ഈ പ്ലസ് ഇല്ലേ, ആ പ്ലസ്സില് ഫ്രം ഗാലറി പ്രസ് ചെയ്യണം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ ഞാനിപ്പോ എടുക്കുവാണ്. ഞാനിപ്പോ ഈ ഫോട്ടോ എടുക്കുവാണ്. എന്നിട്ട് ഞാനിപ്പോ കുറച്ച് ക്രോപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് ഫ്ലിപ്പാക്കാം, റൈറ്റ് സൈഡിൽ ആ പാറ പോലത്തെ ഉള്ളത്. ഇതിരിക്കട്ടെ. ഞാനിപ്പോൾ ഇത് കുറച്ച് സൈസ് ഒന്ന് ശരിയാക്കട്ടെ. നിങ്ങൾക്ക് ആ ന്യൂ ടെക്സ്റ്റ് ഇല്ലേ, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഴുതാം. എന്നിട്ട് ഞാനിപ്പോൾ എസ് ആൻഡ് മോട്ടിവേഷണൽ ലേർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ഇതാ ഓക്കെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിത് കുറച്ച് ഈ എ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യണം. ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട്. വേറെ ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ തന്നെ എടുക്കുവാണ്. ഞാനിപ്പോൾ എ കാണുന്നില്ല, അത് പ്രസ് ചെയ്യണം. പിന്നെ ഇവിടെ സൈസ് പോയിട്ട് ഞാനിപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തുള്ള അത് സൈസ് കൂട്ടാം, പിന്നെ ഇത് സൈസ് കുറയ്ക്കാം. ഇതിപ്പോൾ ശരിയായി. എന്നിട്ട് റൈറ്റ് കൊടുക്കും. എന്നിട്ട് ഞാനിപ്പോൾ കളർ ചേഞ്ച് ചെയ്യട്ടെ. ഇതിലേത് കളറാ നല്ലത് ആലോചിച്ച് നോക്കട്ടെ, ഏത് സെറ്റാവും. ഈ കളർ ഇരിക്കട്ടെ. റൈറ്റ് കൊടുക്കാം. എന്നിട്ട് എനിക്ക് ഇത് സൈസ് കുറച്ച് ഇറ്റാലിക് വേണമെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇതെടുക്കുവാണ്. എന്നിട്ട് ഞാനിപ്പോൾ 3D എഫക്റ്റ് വേണമെങ്കിൽ ഇതാ ആ 3D കൊടുത്തിട്ട് അനേബിൾഡ്, എന്നിട്ട് റൈറ്റ് മാർക്ക് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഇതാ ഇത് അനേബിൾഡ് കൊടുക്കണം. എന്നിട്ട് റൈറ്റ് മാർക്ക് കൊടുക്കണം. ഇപ്പം എനിക്കിവിടെ ഇന്നൊരു ഇമേജും കൂടെ വേണം. അത് വേണമെങ്കിൽ പ്ലസ് പ്രസ് ചെയ്തിട്ട് ഫ്രം ഗാലറി പോകണം. ഇപ്പം ഞാനിവിടെ യൂട്യൂബിൻ്റെ ഇമേജ് എടുക്കുവാണ്. എന്നിട്ട് ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് സൈസ് ശരിയാക്കണം. അപ്പം നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. ദേ കണ്ടോ, എങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ തംബ്നെയിൽ. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് മാറ്റാം. പക്ഷേ എനിക്കിത് ഇരുന്നോട്ടെ. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതാ ഇവിടെ അത് പ്രസ് ചെയ്തിട്ട് അനേബിൾ പിന്നും കൊടുക്കണം. അപ്പോൾ അതാ ഇത് പോയി. ഇപ്പം എനിക്കത് വേണം. അപ്പം ഞാനിത് പിന്നും അനേബിൾഡ് കൊടുക്കാം. എന്നിട്ട് റൈറ്റ് മാർക്ക്. ഇപ്പം നമ്മുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പക്ഷേ ഇവിടെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം ചെയ്യാം. ഇപ്പം ഇത് നമ്മുടെ ഇത് സേവ് ചെയ്യണ്ടേ. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഇല്ലേ, അത് പ്രസ് ചെയ്യണം മുകളിൽ. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് ഇമേജ് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ കസ്റ്റം ഇല്ലേ, അത് പ്രസ് ചെയ്തിട്ട് അൾട്രാ കൊടുക്കണം.
ഔട്ടർ കൊടുത്താൽ പിന്നെ സേവ് ടു ഗാലറി എന്ന് പ്രസ് ചെയ്യണം. സേവ് ആയിക്കൊണ്ട് ഇപ്പൊ നമ്മളിത് സേവ് ചെയ്തത് നമ്മുടെ ഗാലറി തന്നെ ഉണ്ടാവും. നോക്കിക്കോളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.